സുവിശേഷ പ്രവർത്തകനായ സാമു എൽദോ എറണാകുളം ജില്ലയിലെ കോലഞ്ചേരി സ്വദേശിയാണ്. അപ്രതീക്ഷിതമായി നേരിട്ട വാഹന അപകടവുമായി ബന്ധപ്പെട്ട് നിരവധി ദിവസങ്ങൾ നീണ്ട ആശുപത്രിവാസം. എന്നാൽ മരണത്തിന്റെ വക്കിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട കഥയാണ് ഈ സുവിശേഷകന് പറയുവാനുള്ളത്. അനേകരുടെ പ്രാർത്ഥനകളുടെ ഫലമാണ് ഇന്ന് ജീവനോടെ ഇരിക്കുന്നത് എന്ന് ഇദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു. രോഗാവസ്ഥയിലും കഷ്ടതയിലുമായിരിക്കുന്ന അനേകർക്ക് ദൈവത്തിൽ ആശ്രയിക്കാൻ പ്രേരിപ്പിക്കുന്ന ഈ അനുഭവ കഥയാണ് സാക്ഷ്യകൂടാരത്തിൻ്റെ ഇന്നത്തെ അധ്യായം. എനിക്ക് ദൈവകൃപയാൽ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളരുവാൻ ദൈവം അവസരമൊരുക്കി. എന്നാൽ എൻ്റെ മാതാവിൻ്റെ ഉദരത്തിൽ ഞാൻ ഉരുവായിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ മാതാവ് ദൈവീയ ശുശ്രൂഷയ്ക്ക് വേണ്ടി സമർപ്പിക്കാൻ ഇടയായി. എന്നാൽ ഞാൻ ജനിച്ചു കഴിഞ്ഞ ഏത് കുട്ടിയും 2 വയസ്സ് കഴിഞ്ഞാൽ സംസാരിക്കുമല്ലോ. എന്നാൽ ഞാൻ 5 വയസ്സ് വരെ സംസാരിക്കുന്ന ഒരു ശബ്ദം മാത്രമേ പുറപ്പെടുകയുള്ളൂ. കാരണം ആർക്കും മനസ്സിലാകുകയാണെന്നോ ഞാൻ സംസാരിക്കുന്ന വിഷയങ്ങൾ. അങ്ങനെ ഒരു 5 വയസ്സ് പ്രായമായി കഴിഞ്ഞപ്പോൾ ഞാൻ ചർച്ചയിൽ നിന്ന് ദൈവത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് ദൈവത്തെ സ്തുതിക്കുമായിരുന്നു. എന്നെ കാണുന്ന എല്ലാ ദൈവദാസന്മാരും പ്രവാചകന്മാരും പറയും, ഇവൻ ദൈവകരണ ആയുധമായി ഉപയോഗിക്കപ്പെടുമെന്ന്. എൻ്റെ മാതാപിതാക്കൾ ദൈവീയ ശുശ്രൂഷയ്ക്ക് വേണ്ടി എന്നെ സമർപ്പിച്ചുകൊണ്ട് എപ്പോഴും ദൈവീക കാര്യങ്ങളെക്കുറിച്ച് എന്നോട് പറയുമായിരുന്നു. എന്നാൽ ഞാൻ ജനിച്ചപ്പോഴൊക്കെയും അല്ലെങ്കിൽ ഞാൻ കേൾക്കുന്നൊക്കെയും ഇത് തന്നെയാണ്. കാരണം നീ ദൈവത്തിലേക്കുള്ളതാണ്. പക്ഷേ ഞാൻ കണ്ടതും ജനിച്ചതും വളർന്നതും ഒക്കെ സഭയിൽ ശുശ്രൂഷകന്മാർ അനുഭവിക്കുന്ന വേദനകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും കണ്ടുകൊണ്ട് ഞാൻ ഇങ്ങനെ സ്വയം തീരുമാനം എടുക്കാൻ ഇടയായി. സൗമേൽബാനോട് ഇങ്ങനെ സംസാരിച്ചു പോകും. ആ ശബ്ദം കേട്ടെങ്കിൽ മാത്രമേ ദൈവിക വേലയ്ക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കപ്പെടുകയുള്ളൂ എന്ന തീരുമാനമെടുക്കുക. എന്നാൽ എൻ്റെ മാതാപിതാക്കൾ ദിനവും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞപ്പോൾ അവർ ബൈബിൾ കോളേജിലേക്ക് കടന്നു പോകാൻ ആവശ്യപ്പെട്ടു. ഞാൻ പറഞ്ഞു, ഇന്നത്തെ കാലത്ത് ഒരു വിദ്യാഭ്യാസം ആവശ്യമാണ്. അതുകൊണ്ട് വിദ്യാഭ്യാസം ചെയ്യുവാൻ അന്ന് പ്രീ ഡിഗ്രിക്ക് ഞാൻ ചേരുവാനിട വന്നു. പ്രീ ഡിഗ്രി പാസ്സായി കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ദൈവം പഠിപ്പാനായി കടന്നു പോകണമെന്ന്. ഞാൻ പറഞ്ഞു, ഇല്ല, ദൈവം എന്നോട് സംസാരിച്ചിട്ടില്ല. എപ്പോൾ എൻ്റെ വീണ്ടും ഇന്നത്തെ കാലത്ത് പഠനം ആവശ്യമാണ്, അത് കഴിഞ്ഞിട്ട് ബൈബിൾ കോളേജിൽ പോകാമെന്നൊക്കെ ഞാൻ പറഞ്ഞു. കാരണം അവരോട് എതിർത്ത് പറയുവാനുള്ളൊരു പ്രായം ആകണമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അങ്ങനെ എൻ്റെ നിർബന്ധപ്രകാരം എന്നെ ഡിഗ്രിക്ക് ചേർത്തു. ഡിഗ്രിക്ക് ഞാൻ ചേർന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിലെ ആഗ്രഹം ഒരു LLB പഠിച്ച് ഒരു അഡ്വക്കേറ്റായി സമൂഹത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു, അതോടൊപ്പം ജോലിയും ചെയ്യാമെന്ന ആഗ്രഹത്തോടെ ഞാൻ മുമ്പോട്ട് പോയിരുന്നു. എന്നാൽ എൻ്റെ വിദ്യാഭ്യാസം അഥവാ കോളേജിലുള്ള വിദ്യാഭ്യാസത്തിൽ ഞാൻ അല്പം ഒന്ന് വ്യതിചലിപ്പാനിട വന്നു. കോളേജ് രാഷ്ട്രീയത്തിലേക്ക് പോയി. സെക്കുലർ രാഷ്ട്രീയം എൻ്റെ ജീവിതത്തിൽ കിടന്നു. അക്രമ രാഷ്ട്രീയത്തിലേക്ക് ഞാൻ പോകുവാനിട വന്നു. അവിടെയൊക്കെയും എല്ലാ ദുരാചാരങ്ങളോടെയും ഞാൻ കടന്നുപോയി. പക്ഷേ അവിടെ നിന്ന് കഴിഞ്ഞ ഡിഗ്രി പാസ്സായി കഴിയുമ്പോൾ ഇനി നിന്നെ ഒരു വിദ്യാഭ്യാസത്തിന് വിടത്തില്ല, നീ ബൈബിൾ കോളേജിലേക്ക് കടന്നു പോകണമെന്ന് പറഞ്ഞു. മനസ്സിലാവും. ഞാൻ ഡൽഹിയിൽ ഹരിയാനയിൽ ഡെറാഡൂണിൽ ഉള്ള ഗ്രേസ് ബൈബിൾ കോളേജിൽ അഡ്മിഷൻ എടുപ്പാൻ വന്നു. എന്നാൽ ദൈവം എന്നോട് സംസാരിക്കാത്തതുകൊണ്ട് ഞാൻ അതിനൊന്നും മാതാപിതാക്കളുടെ നിർബന്ധപ്രകാരം മാത്രം പോയതാണ്. ഞാൻ സ്വയം സമർപ്പിക്കേണ്ടത്. ഞാൻ വീണ്ടും മടങ്ങി വന്നു. ഇനി പറയുന്ന സാക്ഷ്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി കേട്ടാൽ എൻ്റെ സംസാരത്തിൽ വരുന്ന ആ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് അറിയുവാൻ കഴിയും. ഞാനങ്ങനെ വന്നു. 2003 ഡിസംബർ 5-ാം തീയതി ഞാൻ ഓടിച്ചിരുന്ന ബൈക്ക് ഒരു ബസ്സുമായിട്ട് ഇടിപ്പാനിട വന്നു. ഇടിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ വയറിൻ്റെ ഭാഗം ബസ്സിൻ്റെ ബമ്പറിൽ ഇടിച്ച ശേഷം നേരെ പൊങ്ങി ബൈക്ക് ബസ്സിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയും. ഞാൻ നേരെ പൊങ്ങി ബസ്സിൻ്റെ 2 ഗ്ലാസും തകർത്ത ശേഷം താഴെ വീഴുവാൻ വന്നു. അന്ന് ഒരു 100 പേരെങ്കിലും എന്നെ കാണുവാനായി ഓടിക്കൂടിയെങ്കിലും ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് തരുവാൻ ആർക്കും തയ്യാറായില്ല. കാരണം നിയമം അവർക്കെതിരായി തീരും. കാരണം അതുകൊണ്ട് എന്നെ ദൈവം കണ്ടിരുന്നതുകൊണ്ട് സൗദിയിലെ നേഴ്സായ ഒരു സഹോദരി അന്ന് വന്നിട്ട് ഒരിക്കലും വീട്ടിലിരിക്കാറില്ല. അത് അവർ വിസിറ്റിന് പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വീണ്ടും വിസിറ്റിന് പോകാനുള്ള ആഗ്രഹത്തോടെ അവർ കടന്നു വന്ന് ഭക്ഷണം എടുത്തു വെച്ചപ്പോഴാണ് ഞാൻ ഈ ആക്സിഡൻറ്റ് അവർ അറിയുവാനിട വന്നത്. അവർ ഓടി വന്നു കഴിഞ്ഞപ്പോൾ ഞാനങ്ങനെ റോട്ടിൽ കിടക്കുകയാണ്. റോട്ടിൽ കിടന്നപ്പോൾ എൻ്റെ പുറത്ത് കാണിക്കിടന്ന നാക്ക് ഉള്ളിലേക്ക് തള്ളിയിട്ട ശേഷം കട്ട പിടിച്ചുകൊണ്ടിരുന്ന ചോര അവർ വാർന്ന് കളയുവാനിട വന്നു. വാർന്ന് കളഞ്ഞപ്പോൾ പയ്യൊരു ഞെരുക്കം കേട്ട് അവർ പറഞ്ഞു, ഇരുത്തി തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുക, കിടത്തി കഴിഞ്ഞാൽ ബ്ലഡ് ക്ലോട്ടാവും, അവിടെ ഹോസ്പിറ്റലിൽ എല്ലാം ആൾ മരിച്ചു പോകും. എന്നാൽ ഫസ്റ്റ് എന്നെ കോലഞ്ചേരി മെഡിക്കൽ കോളേജ്
ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ബന്ധുക്കൾ ആരുമില്ലാത്തതുകൊണ്ട് എൻ്റെ സുഹൃത്താണ് സൈൻ ചെയ്യുവാൻ, ഫസ്റ്റ് സർജറി ചെയ്യണം. അവർ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴൊക്കെ ഉള്ളിൽ ബ്ലീഡിങ് ഉണ്ട്. കാരണം എന്ന് പറയുമ്പോൾ എൻ്റെ സുഹൃത്ത് സൈൻ ചെയ്തതിന് ശേഷം അവർ സർജറി ചെയ്യുവാൻ വന്നു. സർജറി ചെയ്യുമ്പോൾ സ്പ്ലീൻ, രക്തത്തെ അല്ലെങ്കിൽ രോഗത്തെ പ്രതിരോധശേഷിയുള്ള അവയവം നീക്കം ചെയ്യണമെന്നു. ഇടിച്ച് കഴിയുമ്പോൾ ആ സാധനം ചതഞ്ഞറിഞ്ഞ് അത് കലങ്ങിപ്പോവാൻ ഇട വന്നു. അങ്ങനെ അത് ബ്ലീഡിങ് ആവണം, പുറത്തേട്ട് ഒഴുകുവാൻ ഇതില്ലാത്തതുകൊണ്ട് മുകളിൽ വന്ന് ഈ തൊണ്ടയിൽ വന്ന് ബ്ലഡ് ക്ലോട്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഇടിച്ച സമയത്ത് എൻ്റെ 2 ജോയിൻ്റ് വിട്ടുപോകേണ്ടി വന്നു. ആ 2 ജോയിൻ്റ് ഒടിയുവാൻ ഇടവന്നു. അങ്ങനെ എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ എറണാകുളം ജിയോ മോട്ടോഴ്സിൽ വർക്ക് ചെയ്യുന്നു. അവിടെ അറിഞ്ഞ് വന്നപ്പോൾ 40 മിനിറ്റ് പോയി. ഡോക്ടർ ബിജി പറഞ്ഞു ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോകും, 99% ആളിൽ മാറ്റപ്പെട്ടു പോയി. അഥവാ ഇനി രക്ഷപ്പെട്ടു അതിന് ഓർമ്മശക്തി കിട്ടത്തില്ല. അവൻ ഓർമ്മശക്തി കൂട്ടിയാലും ഈ രോഗങ്ങൾ പകർച്ചവ്യാധികൾ ഇവന് വരും. വെനിജേഴ്സ് ടൈഫോയിഡ്, ന്യൂമോണിയ, മഞ്ഞപ്പിത്തം, ചിക്കൻ ബോക്സ് എന്നീ പറഞ്ഞ രോഗങ്ങളൊക്കെ ഈ ഹോസ്പിറ്റലിലുണ്ട്. ഇവന് രോഗപ്രതിശേഷി ഇല്ലാത്തതുകൊണ്ട് അത് പെട്ടെന്ന് വന്ന് ഇവൻ രോഗം മാറ്റപ്പെട്ടു പോകും. അഥവാ രക്ഷപ്പെട്ടു കഴിഞ്ഞാലും ഓർമ്മശക്തി ലഭിക്കത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൂടിയിരുന്ന വിശ്വാസത്തിൽ കൂടിയിരുന്ന എൻ്റെ മാതൃസഭ എനിക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിപ്പാനിടയായി. എന്നെ അറിയാവുന്ന എല്ലാവരും ഉപവസിച്ച് പ്രാർത്ഥിച്ചു. 3 ദിവസം ഞാൻ വെന്റിലേറ്ററിൽ കിടന്നു. എന്നാൽ ആദ്യത്തെ ദിവസം വെന്റിലേറ്ററിൽ കിടന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു പ്രതീക്ഷയൊന്നും വേണ്ട എന്നുണ്ട്. എന്നാൽ എൻ്റെ ജ്യേഷ്ഠൻ ഒരു 2-3 ദിവസം മുമ്പ് വർക്ക് ചെയ്തിരുന്ന സ്ഥാപനത്തിൽ നിന്ന് ലക്ഷറുള്ള MD ആയിരുന്ന ഡോക്ടർ ഫിലിപ്പ് അഗസ്റ്റിൻ ഒരു ലാൻസർ എന്ന വണ്ടി എടുത്ത പരിചയത്തിന് നിമിത്തം ചേട്ടന് പരിചയം ഉണ്ടായിരുന്നു. അങ്ങനെ ചേട്ടൻ വിളിച്ചു ചോദിച്ചു, ലക്ഷർ ഹോസ്പിറ്റലിൽ നിന്ന് എൻ്റെ അനിയൻ ആക്സിഡൻ്റായി, ഒന്ന് അഡ്മിറ്റ് ചെയ്യുമെന്ന്. അതിനെന്താ ജോണി മടിക്കുന്നേ, വണ്ടി ഞങ്ങൾ വെല്ലേറ്റോട് വണ്ടി തരാം, അവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുവാൻ പറഞ്ഞു. അങ്ങനെ വണ്ടി വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർക്ക് യാതൊരു പ്രതീക്ഷയുമില്ലാതെ ഒരു ഡെഡ് ബോഡി എങ്ങനെ ഹോസ്പിറ്റലിൻ്റെ പുറകുവശത്തേക്ക് കൊടുത്തുവിടുമോ, ജീവനുള്ളതിൻ്റെ ശരീരം ഹോസ്പിറ്റലിൻ്റെ പുറകുവശത്തേക്ക് കൊടുത്തുവിടുവാൻ ട്രാൻസ്ഫർ ചെയ്തപ്പോൾ എൻ്റെ മാതാവ് ബോധം കെട്ട് വീഴുവാൻ ഇടവന്നു. എൻ്റെ നാട്ടുകാരോട് ഡോക്ടർമാർ പറഞ്ഞു ഒരിക്കലും അവൻ തിരിച്ചു വരത്തില്ല, അവൻ്റെ ബോഡിയാണ് തിരിച്ചു വരത്തുള്ളൂ. അങ്ങനെ നാട്ടുകാർ എനിക്ക് വേണ്ടി സബ്സിഡി ബുക്ക് ചെയ്യുവാനായിട്ട് വന്നു. ബുക്ക് ചെയ്യുമ്പോൾ അവർ പറഞ്ഞു, കാരണം 40 മിനിറ്റ് കൊണ്ട് ഞാൻ ലക്ഷർ ഹോസ്പിറ്റലിൽ എത്തി കഴിഞ്ഞപ്പോൾ എല്ലാ ഡോക്ടർമാരും എന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുക, ഞങ്ങൾ മാക്സിമം ശ്രമിക്കാം. അങ്ങനെ ഡോക്ടർമാർ ചികിത്സ നടത്തി വെന്റിലേറ്ററിൽ കിടന്നു കഴിഞ്ഞപ്പോൾ 3 ദിവസം കഴിഞ്ഞപ്പോൾ ചെറിയ വ്യത്യാസം വന്നപ്പോൾ ICUയിലേക്ക് മാറ്റി. 3-ാമത്തെ ദിവസം ICUയിൽ കിടന്ന 3-ാമത്തെ ദിവസം എനിക്ക് ഓർമ്മ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ജ്യേഷ്ഠൻ എന്നോട് വന്നിട്ട് ചോദിച്ചു, നീ എവിടെ പോയതായിരുന്നു, നിനക്ക് എന്താ സംഭവിച്ചത്? അങ്ങനെ ചോദിക്കാൻ കാരണമുണ്ട്. രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ഓർമ്മശക്തി കിട്ടത്തില്ലെന്ന് പറഞ്ഞു. ആ ഓർമ്മശക്തി കിട്ടുന്നതിന് പറയുമ്പോൾ ദൈവമക്കൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചത്, ദൈവമേ അങ്ങയുടെ ഹിതം എന്താണോ അത് നിറവേറണം, അവനെ തിരികെ തരികയാണെങ്കിൽ ഓർമ്മശക്തിയോടുകൂടി അങ്ങയുടെ കരുണയിണങ്ങിയമായുധമായി ഉപയോഗിക്കത്തക്കവണ്ണം ഓർമ്മശക്തിയോട് തിരികെ തരണമെന്നാണ് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ജ്യേഷ്ഠനോട് ഡോക്ടർമാർ പറഞ്ഞത് ഓർമ്മശക്തി ഇടുന്ന എൻ്റെ ബൈക്ക് ഇന്ന സ്ഥലത്ത് വെച്ച് ഒരു ബസ്സുമായിട്ട് ഇടിപ്പാൻ വന്നു എന്ന് പറഞ്ഞപ്പോൾ ജ്യേഷ്ഠൻ അവിടെ നിന്ന് 3 പ്രാവശ്യം ദൈവത്തെ ഉച്ചത്തിൽ സ്തുതിപ്പാൻ വന്നു. 4 നേഴ്സുമാരാണ് ഇമ്പോർട്ടൻറ്റ് പേഷ്യൻറ്റിനോട് എന്നെ ശുശ്രൂഷിപ്പാൻ നിന്നിരുന്നത്. അവർ പറഞ്ഞു അവൻ്റെ ഓർമ്മ റിക്കവർ ഒന്നുമില്ല, നിങ്ങൾ പുറത്ത് പോകണമെന്ന് പറഞ്ഞു. വീണ്ടും 2-ാമത്തെ ജ്യേഷ്ഠൻ എന്നെ കാണുമെന്ന്. അപ്പോൾ എൻ്റെ ചിന്ത കഴിഞ്ഞ മാസം വരെ ഞാൻ ഡൽഹിയിലായിരുന്നു, വീണ്ടും ഇവിടെ വന്നെങ്ങനെ. അപ്പോൾ ജ്യേഷ്ഠനോട് വന്ന് നീ വന്ന ഓടിച്ച വണ്ടി മറിഞ്ഞ് നിന്നൊന്ന് കാണാൻ വന്നതാന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു എൻ്റെ പുറകിലൊരുത്തനുണ്ടായിരുന്നു, അവനെന്ത് സംഭവിച്ചു? ഇന്നലെ നടന്ന പോലെയാണ് ഞാൻ ഈ സംഭവിച്ചത്. അതിന് ജ്യേഷ്ഠൻ പറഞ്ഞു അവൻ ജോലിക്ക് പോയി തുടങ്ങിയെന്ന് പറഞ്ഞപ്പോൾ അവൻ ജീവിച്ചിരുമ്പടി എന്നെ ഒന്ന് വന്ന് കാണും. അങ്ങനെ പറയാൻ കാരണം വണ്ടി ഓടിച്ചവർ രക്ഷപ്പെട്ടു, പുറകെ ഇരുന്നവർ മരിച്ചുപോയി എന്ന് പല വാർത്തകളും ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ പിറ്റേ ദിവസം അവൻ വന്ന് എന്നെ കണ്ടു. അങ്ങനെ ഞാൻ ICUന്ന് പോയപ്പോൾ ഈ ICUവിൻ്റെ ഉള്ളിൽ കിടന്നുകൊണ്ട് ഞാൻ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഇതെവിടെയെങ്കിലും ICUന്ന് എഴുതി വെച്ചിട്ടുണ്ട്. കാരണം ഞാൻ ഈ ആക്സിഡൻറ്റ് അങ്ങനെ ഏതാണ്ട് മാസങ്ങൾ മുമ്പ് ഞാൻ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു ആക്സിഡൻറ്റ് സംഭവിക്കുന്നു. ഞാൻ ഈ ലോകത്ത് മാറ്റപ്പെട്ടു വന്ന അവസരത്തിൽ ICU കിടക്കുന്നതും ഒരു ദർശനം കണ്ട് എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് ആ ദർശനത്തോട് ഞാൻ ഇങ്ങനെയാണ് പ്രതികരിച്ചത്, എൻ്റെ കൈക്കും കാലിനും ഒന്നും സംഭവിക്കാതെ പ്രാഥമിക ആവശ്യങ്ങൾ ഞാൻ തന്നെ ചെയ്തക്കവണ്ണം എനിക്കൊരു ആക്സിഡൻറ്റ് വരുത്തി ICU കടത്തിയിട്ട് നീ ജീവൻ തിരിച്ചറിയാൻ നീ ജീവിക്കുന്ന ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നപ്പോഴാണ് ഞാൻ ഈ ഓർമ്മ വന്നത്. ICUന്ന് ഹോസ്പിറ്റലിനകത്ത് എഴുതി വെച്ചിട്ടില്ല. പുറത്തേക്ക് നോക്കിയപ്പോൾ ഞാൻ എന്നെ കൊണ്ടുപോയപ്പോൾ ICUന്ന് ആ ഡോറിൻ്റെ മുകളിൽ എഴുതി വെച്ചിരിക്കുകയാണ്. ഞാൻ ദൈവത്തെ സ്തുതിപ്പാൻ ഇടവന്നു. വീണ്ടും എന്നെ ദന്തൽ സർജറി ഡോക്ടറെ അടുത്തിട്ട് കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഈ 2 ജോയിൻ്റ് ഒടിഞ്ഞിരിക്കുകയാണ്, അത് 6 മാസം കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്തിട്ട്
സ്റ്റീലിട്ട് മുറുക്കി വീണ്ടും 6 മാസം കഴിയുമ്പോൾ ഓപ്പൺ ചെയ്ത് നേരെ ആക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ അവർ എൻ്റെ പല്ലുകൾ തമ്മിൽ ചെറിയ സ്റ്റീൽ കമ്പി കൊണ്ട് ഓരോ പല്ലുകളും തമ്മിൽ കോർത്ത്, അഥവാ സംസാരിച്ചാൽ അനങ്ങരുത്, ജോയിൻ്റ് വീണ്ടും വിടാൻ സ്ഥലമുണ്ട്. വളരെ വേദനകൾ സഹിച്ച് ഞാൻ വന്നു. വീണ്ടും ഈ സർജറി കഴിഞ്ഞാൽ വീണ്ടും 15 ദിവസം കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജായി ഞാൻ വീട്ടിൽ വന്നു. 2-3 ദിവസം വളരെ വയറ് വേദന എടുത്തു. ഞാൻ മാക്സിമം ശ്രമിച്ചു. കാരണം 1000 പോലും രൂപ തയ്ച്ചു പോലും ഞങ്ങളുടെ കയ്യിൽ എടുക്കാനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് മാക്സിമം ഞാൻ വേദന സഹിച്ചു നിന്നു. അവസാനം വേദന സഹിക്കാൻ വന്നപ്പോൾ ഞാൻ ലക്ഷർ ഹോസ്പിറ്റലിൽ വീണ്ടും പോയി അഡ്മിറ്റ് ചെയ്തു. ഡോക്ടർമാർ പറഞ്ഞു എനിക്ക് നല്ല വേദനയുണ്ട്. അവർ പെയിൻ കില്ലർ, അൾട്രാസൗണ്ട്, CT സ്കാന്, എക്സ്റേ എന്ന് പറഞ്ഞ എല്ലാ ടെസ്റ്റും അവർ നടത്തി. പക്ഷെ അവർക്കൊന്നും തെളിയുന്നില്ല. ഞാൻ പറഞ്ഞു സാറേ ഇവിടെയാണ്. ഞാൻ പറഞ്ഞു സാറേ ഒന്ന് കീറി നോക്ക്, അപ്പോൾ ഓപ്പറേഷൻ ചെയ്ത് നോക്ക്, എന്താണെന്ന് അറിയാലോ. അപ്പോൾ ബിൽബേഴ്സിനോട് പറഞ്ഞു ഒന്ന് കീറി കൊടുത്ത് വീണ്ടും കീറാൻ പറയും, എന്ത് നിസ്സാരമാണ്, ഇത് വലിയ പ്രതിസന്ധിയിലേക്ക് വരും, നിനക്ക് ഒരിക്കലും ജീവൻ തിരിച്ചു ഈ പറഞ്ഞ മെനിഞ്ചൈറ്റിസ്, ടൈഫോയിഡ്, ന്യൂമോണിയ, മഞ്ഞപ്പിത്തം എന്ന പകർച്ചവ്യാധി നിങ്ങൾക്ക് വരും, ഒരിക്കലും ഓപ്പൺ ചെയ്തിടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇത്രയും വലിയൊരു ആക്സിഡൻറ്റിൽ നിന്നും ഇത്രയും വലിയ സർജറി ദൈവം എന്നെ വിടുവിച്ചു, ഈ ചെറിയ സർജറിയിൽ നിന്നും എന്നെ വിടുവിക്കും, നിങ്ങൾ കയറുവാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ ജ്യേഷ്ഠൻ്റെയും സൈൻ മേടിച്ച ശേഷം അവർ ലോക്കൽ അനസ്തേഷ്യ എന്നിട്ട് ഇവിടെ വെച്ച് എൻ്റെ വയറിൻ്റെ മുകളിൽ വെച്ച് എനിക്ക് കാണാൻ ഒരു മറവ് ചെയ്തിട്ട് അവർ ഓപ്പറേഷൻ ചെയ്യുവാണ്. ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ആ സൗണ്ട് എനിക്ക് കേൾക്കാം, ആ കത്തിക്കൊണ്ട് കേൾക്കുന്ന കിറന്നുള്ള സൗണ്ട് എനിക്ക് കേൾക്കാം. പക്ഷേ അവർ പറയുന്നത് ദേ കിടക്കുന്നു. അതാണ് അവരുടെ കുഴപ്പമല്ല പറഞ്ഞ, ആദ്യം ചികിത്സിച്ച ഡോക്ടറുടെ കുഴപ്പമല്ല. ആ തിരക്കിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഉള്ളിൽ ക്ലീൻ ചെയ്യണമെന്ന ഒരു ചെറിയ കോട്ടൺ കഷ്ണം അതിനകത്ത് കിടന്ന അത് ഇൻഫെക്ഷൻ ആയതാണ്. ആ കോട്ടൺ കഷ്ണത്തിൻ്റെ മുകളിൽ കിടന്ന എൻ്റെ കൊഴുപ്പുകൾ വന്നുകൊണ്ടാണ് CT സ്കാനിലും ഈ എക്സ്റേയിലൊന്നും തെളിയാണ്ടിരുന്നത്. എന്നാൽ വീണ്ടും 3 മാസം എൻ്റെ വയറ് ഓപ്പൺ ചെയ്ത് ഡെയിലി ബെറ്റാണിയം വെച്ച് ക്ലീൻ ചെയ്തതാണ്. 3 മാസം കൊണ്ട് അതുകൊണ്ട് വളരെ വേദനകൾ, വളരെ പ്രയാസങ്ങൾ ഞാൻ സഹിച്ചു. അപ്പോഴും ദൈവസേനയെ പ്രായം, ദൈവമേ നിൻ്റെ ഹിതം എന്താണോ അതിന്. അങ്ങനെ ഞാൻ പറയുമ്പോൾ എനിക്കൊരു ഭക്ഷണം കഴിക്കാൻ പാടില്ല, ഈ നൂൽക്കമ്പി കൊണ്ട് പല്ലുകൾ നമ്മൾ കുറച്ച് തുറക്കാൻ പറ്റില്ല. എന്നോട് ചോദിക്കുന്നവരൊക്കെയും ഞാൻ പേപ്പറിൽ മറുപടി എഴുതി കൊടുക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ സുഹൃത്തുക്കളും ഒക്കെ എന്നെ കാണാൻ വന്നു. അങ്ങനെ അവരോട് സംസാരിക്കുന്നതൊക്കെ ഇങ്ങനെയായിരുന്നു. 6 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഡോക്ടറുടെ അടുത്ത് പറഞ്ഞു ഈ കമ്പി ഒന്ന് മാറ്റുക, എനിക്ക് ഭക്ഷണം കഴിക്കണം. അപ്പോൾ അവർ പറഞ്ഞു ഭക്ഷണം കഴിച്ചാൽ കമ്പി മാറ്റിയാൽ നിനക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല, സർജറി കഴിഞ്ഞവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല, പിന്നെ ഇങ്ങനെയാ നിനക്ക് കഴിക്കണം. ഞാൻ പറഞ്ഞു ഇത്രയും വലിയൊരു ആക്സിഡൻറ്റും വലിയ സർജറിയിൽ നിന്നും ദൈവം എന്നെ വിടുവിച്ചു, ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടോ. അങ്ങനെ എൻ്റെ നിർബന്ധപ്രകാരം അവർ കമ്പി മാറ്റിയിട്ട് പറഞ്ഞു രാവിലെയും വൈകിട്ടും സർജറി കഴിഞ്ഞവർക്ക് ഞങ്ങളൊരു എക്സസൈസ് കൊടുക്കാറുണ്ട്, അത് നിനക്കും തരാം. രാവിലെയും വൈകിട്ടും നിലക്കടല കുറിക്കണം, അതാണ് ഈ ഒരു എക്സസൈസാണ്. അതാണെങ്കിൽ അത് സർജറി കഴിഞ്ഞവർക്കാണ്. പക്ഷേ എനിക്കും അവരത് വന്നു. എന്നാൽ ഞാൻ പറയട്ടെ, അന്ന് 2003 ഞാൻ വന്നു വരുമ്പോൾ ഒരു ഭക്ഷണം കഴിക്കാനുള്ള ആഗ്രഹത്തോടെ ഞാൻ വന്നിറങ്ങി ആദ്യം കണ്ട ഹോട്ടലിൽ കയറി ഒരു ഭക്ഷണം ഓർഡർ ചെയ്തു. ഞാൻ കഴിക്കാനുള്ള ആഗ്രഹത്തോടെ തുറക്കാൻ നോക്കിയപ്പോൾ തുറക്കത്തില്ല. വീണ്ടും ഒരു 1.5 കിലോമീറ്റർ നടന്ന് എൻ്റെ വീട്ടിലേക്ക് നടന്നു പോകണം പറഞ്ഞു. ഞാൻ ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ ഇനി എന്തിനാണ് ജീവിക്കുന്നത്, സംസാരിക്കാൻ കഴിയത്തില്ല, ഭക്ഷണം കഴിക്കാൻ കഴിയത്തില്ല, പിന്നെ എന്തിനാണ് ഞാൻ ജീവിക്കുന്നത്. അങ്ങനെ കാരണം അവർ പറഞ്ഞ ആ ട്രീറ്റ്മെൻറ്റ്, അവർ പറഞ്ഞ എക്സസൈസ് ഞാൻ ചെയ്തു. രാവിലെയും വൈകിട്ടും നിലക്കടല എടുത്തു. പക്ഷേ കയറുവാനുള്ള ഗ്യാപ്പ്, വായിക്കകത്ത് കയറുവാനുള്ള ഗ്യാപ്പ് എൻ്റെ വായിക്കകത്തില്ല. ഒരു നിലക്കടല 2 ശേഷം ഒരിക്കലും നക്ഷത്രങ്ങൾ എണ്ണുമായിരുന്നു വേദന കൊണ്ട്. 6 മാസം കൊണ്ട് എനിക്ക് ഭക്ഷണം കഴിച്ചു തുടങ്ങി. ഞാൻ ആളെ മാറി. ഈ ട്രീറ്റ്മെൻറ്റ് പറഞ്ഞ സമയത്ത് ഞാൻ വിളിച്ച് ബുക്ക് ചെയ്ത് ഡോക്ടറെ അടുത്തിരുന്നപ്പോൾ ഡോക്ടർ എന്നോട് ചോദിച്ചു ന്യൂ പേഷ്യൻ്റ് എന്തിനാണ് ഇങ്ങനെ വന്നത്, നിൻ്റെ പേര് വിളിച്ചാൽ പുറത്തേക്കാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ കളിയാക്കുന്നതായിരിക്കും, എൻ്റെ സംസാരം എന്നെ അറിയില്ലാത്തതുകൊണ്ടാണ്. പക്ഷേ അവർക്ക് എൻ്റെ രൂപം കണ്ട് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞു ഞാൻ ന്യൂ പേഷ്യൻ്റ് 2003 ഡിസംബർ 6-ാം തീയതി കോഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത സാമുവൽ ദോയാണ് നിൽക്കുന്നത്. അവർ പറഞ്ഞു നീ എവിടെയാണ് വേറെ ട്രീറ്റ്മെൻറ്റ് പോയത്, നിന്നെ ട്രീറ്റ്മെൻറ്റ് പോയത് എവിടെയാണെന്ന്. ഞാൻ പറഞ്ഞു ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തില്ല, നിങ്ങൾ പറഞ്ഞ എക്സസൈസും അതിലുപരി ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു. അവർ പറഞ്ഞു പഴയൊരു ഫോട്ടോ ഒന്ന് കാണിക്കാൻ പറഞ്ഞു. ഞാൻ എൻ്റെ പേഴ്സിൽ നിന്ന് ഫോട്ടോ കാണിച്ചു. അവർ അപ്പം തന്നെ എൻ്റെ അന്നേരത്തെ അവസ്ഥയിലുള്ള ഫോട്ടോയും എടുത്ത് കഴിഞ്ഞിട്ട് ഇതുമില്ല എന്നാ വ്യത്യാസം. ഞാൻ പറഞ്ഞു ചെറിയൊരു കോളിലുണ്ട്, ഇത് സർജറി കഴിയാത്ത നിൻ്റെ ഒരു വ്യത്യാസമാണിത്. എന്നാൽ സർജറി കഴിഞ്ഞവരെ 2 ഫോട്ടോയും അതിന് മുമ്പുള്ള ഫോട്ടോയും കാണിച്ചിട്ട് ഇത് തമ്മിൽ തന്നെ വ്യത്യാസം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് തമ്മിൽ ഒത്തിരി കോടലുണ്ട്. ഞാൻ പറഞ്ഞു, അവർ പറഞ്ഞു ഇത് സർജറി കഴിഞ്ഞൊരവസ്ഥ, സർജറി കഴിയാത്തതിൻ്റെ അവസ്ഥ ഇനിയാണെങ്കിൽ ഇത്രയും മാത്രം ദൈവം അത്ഭുതം ഇനി ഒരു ട്രീറ്റ്മെൻറ്റ് നിനക്ക് ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ അന്ന് 3 ലക്ഷം രൂപയാണ് ആ ട്രീറ്റ്മെൻറ്റിന് അവർ പറഞ്ഞിരുന്നത്. അന്ന് ആ ഡോക്ടർ ജേക്കബ് ചാക്കോ എന്ന് പറഞ്ഞ ഡോക്ടർ
എൻ്റെ ചാർട്ട് പോയിട്ട് ഇതിനൊരു ട്രീറ്റ്മെൻറ്റ് നിനക്ക് ആവശ്യമില്ല, ദൈവം പൂർണ്ണമായി ഇവിടെ നൽകുന്നത്. അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ വീണ്ടും ഗ്യാസ്ട്രോൾ, ഏഷ്യയിലെ നമ്പർ 1 ഗ്യാസ്ട്രോൾ സഹിക്കുന്ന ഫിലിപ്പ് അഗസ്റ്റിൻ്റെ അടുത്ത് ചെന്നു. ഫിലിപ്പ് അഗസ്റ്റിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഫിലിപ്പ് അഗസ്റ്റൻ പറഞ്ഞു, ഒത്തിരി ഒഴിവാണോ, നിഗളിക്കൊന്നും വേണ്ട, മാക്സിമം 2 വർഷം. കാരണം അവർ പറയാൻ കാരണം ഈ മെനിഞ്ചൈറ്റിസ്, ടൈഫോയിഡ്, ന്യൂമോണിയ, പഞ്ചിപ്പത്തം, ചിക്കൻ ബോക്സ് എന്നീ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് വരാൻ സാധ്യതയുള്ള പ്രതിരോധ ലോകത്തുകൊണ്ട് അത് വന്നാൽ ഞാൻ ഈ ലോകത്ത് മാറ്റപ്പെട്ടു. ആ ഡോക്ടർ പറഞ്ഞു, എത്രമാത്രം ദൈവം എനിക്ക് ഈ ലോകത്ത് ആയുസ് വെച്ചിട്ടുണ്ടോ അതുവരെ ജീവിപ്പാൻ ദൈവം എന്നെ അനുവദിക്കും. അതുകൊണ്ട് ഞാൻ അവർ പറഞ്ഞ് പുച്ഛിച്ച് അതുവഴി ഞാൻ പറയാം, ഇന്ന് 20 വർഷം കഴിഞ്ഞു. എൻ്റെ 21ാമത്തെ വർഷമാണ് ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ട്. 2 വർഷം വൈദ്യശാസ്ത്രം എനിക്ക് ആയുസ് പറഞ്ഞെങ്കിൽ സ്വർഗസ്ഥനായ ദൈവം എനിക്ക് വീണ്ടും ആയുസ് നൽകി 21 വർഷം കൂടി ഈ ഭൂമിയിൽ ജീവിക്കാൻ അവസരം നൽകി. ഞാൻ പറയാം, ഒരു സുവിശേഷകനായി ഞാൻ തരുന്ന ഒരു ആക്സിഡൻറ്റ് കണ്ടിട്ടല്ല, ഞാൻ ആക്സിഡൻറ്റ് ദൈവം എന്നെ വിടുവിച്ചുകൊണ്ടല്ല, ഞാൻ ആക്സിഡൻറ്റ് സമയത്തായിരിക്കുമ്പോൾ ഏത് ജോലിക്ക് വേണ്ടി ശ്രമിച്ചുവോ ആ ജോലി എനിക്ക് ലഭിച്ചു. ആ ജോലി ലഭിച്ചപ്പോൾ ദൈവസേന ഒരു തീരുമാനമെടുത്ത് എല്ലാ മാസവും 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കും, നിൻ്റെ ഹിതം എന്താണ് അതെന്നെ അറിയിക്കണേ. എൻ്റെ മാതാവ് ഞാൻ ജനിച്ചപ്പോൾ തൊട്ടുള്ള പ്രാർത്ഥനയാണ് ദൈവവേലയ്ക്ക് വേണ്ടി ഇവന് ഉയർത്തിരിക്കുമെന്നുള്ളത്. പക്ഷേ ഇവർ പ്രാർത്ഥിച്ചുകൊണ്ട് പലപ്പോഴും ഞാൻ മാതാവിനോട് തർക്കിച്ചിട്ടുണ്ട്, ഇനിയെങ്കിലും ഈ പ്രാർത്ഥന നിർത്താറായില്ലേ, ഞാൻ പോകത്തില്ലെന്ന് പറഞ്ഞില്ലേ. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഉപവസിച്ച് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉപവസിച്ച് ഒരു ദിവസം ദൈവം എന്നോട് സംസാരിക്കുക, എൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുക, നിനക്ക് വരെ ഞാൻ ആരെയും കണ്ടെത്തില്ല. അതെൻ്റെ ഉള്ളിലെ സംശയമാണെന്ന് ഓർത്തുകൊണ്ട്, ഉള്ളിലെ ചിന്തയാണെന്ന് ഓർത്തുകൊണ്ട് ഞാൻ അതിനെ തട്ടിക്കളഞ്ഞു. 2ാമത്തെ ദിവസവും അതേ ശബ്ദം തന്നെയാണ്, ഞാൻ അതിനെ വീണ്ടും നിരസിച്ചു. 3ാമത്തെ ദിവസം ശബ്ദത്തിന് മാറ്റം, പക്ഷേ ശബ്ദത്തിന് ഗംഭീരതയുണ്ട്. ആ ശബ്ദനോട് പറയുകയാണ്, എൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി നിനക്ക് വരെ ഞാൻ ആരെയും കണ്ടെത്തില്ല. ഇനി ഒരർത്ഥത്തിൽ കൂടി ഞാൻ നിന്നെ കടത്തിവിടണ, എൻ്റെ കഷ്ടത കാണിക്കുമാറാക്കിയവനാണ്. ഇനി ഇറങ്ങിത്തിരിക്കുവാൻ മടിക്കുന്നെങ്കിൽ ഞാൻ നിന്നെ കസേരയെടുത്തി ശുശ്രൂഷ ചെയ്യുവാൻ ശക്തിയുള്ളവനാണെന്ന് തിരിച്ചറിയും. ഞാൻ ആ വാക്കിന് മുമ്പിൽ ഞാൻ ദൈവസന്നിധി സമർപ്പിക്കുകയാണ്. ഇങ്ങനെയാണ് സമർപ്പിച്ചത്. 3 ദിവസം കൂടി ഞങ്ങൾ കുടുംബമായി അങ്ങനെ സന്നിധി ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ഞങ്ങൾ ഇരിക്കും. ദൈവവചനത്തിൽ കൂടി എന്നോട് സംസാരിക്കണം, യാതൊരു പ്രവാചകമെന്ന് പറഞ്ഞാലും ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കത്തില്ല. അങ്ങനെ തീരുമാനമെടുത്തു. 3 ദിവസം ആദ്യം മോശം കടന്നു വന്ന കർത്തദാസൻ മോശയിൽ കൂടി എന്നോട് സംസാരിച്ചു. ഇങ്ങനെ സംസാരിച്ച് അവനെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചപ്പോൾ നേരിട്ട് കഴിയുമ്പോൾ എനിക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുക എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ തരിച്ചതാണല്ലോ, വാക്സാമർത്ഥ്യമില്ല, വിക്കറാണ് എന്നൊക്കെ പറഞ്ഞ് ഒഴിവെഴുതും. ഞാനും ദിവസം പറഞ്ഞാൽ പാടുവാൻ അറിയത്തില്ല, പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, പ്രസംഗിക്കാൻ അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ സുവിശേഷ വേല ചെയ്യണമെങ്കിൽ ജോലിയോടുകൂടി സുവിശേഷ വേല ചെയ്യാം എന്നുള്ള തീരുമാനത്തോടെ ഞാൻ പോയിക്കൊണ്ടിരുന്നു. പക്ഷെ ഞാൻ ഈ ദർശനം കാണുമ്പോൾ തന്നെ എൻ്റെ 2ാമത് ജ്യേഷ്ഠൻ ഇതേ ദർശനം ഡൽഹിയിൽ നിന്ന് കാണുകയാണ്. പക്ഷെ അവരെന്നോട് പറയുന്നില്ല. അങ്ങനെ പറഞ്ഞ് ഞാൻ വീണ്ടും ഉപവസിക്കുകയാണ്. 2ാമത്തെ ദിവസം എന്ന കർത്തദാസൻ യോനയിൽ കൂടി എന്നോട് സംസാരിച്ചു. അവനോട് നിനിവിലേക്ക് കപ്പൽ കയറുവാൻ പറഞ്ഞു. ആ പട്ടണത്തെക്കുറിച്ചുള്ള മാനസാന്തരം യോന പ്രസംഗത്തിൽ കൂടിയാണ് അവർ മാനസാന്തരം ദൈവം കണ്ട് അവനോട് പറഞ്ഞു. എന്നാൽ അവൻ തർസീസിലേക്ക് കപ്പൽ കയറി ദൈവീയ ശുശ്രൂഷ തിരിച്ച് ഞാൻ റൂട്ട് മാറിയോടി. അതും ദൈവം എന്നോട് സംസാരിപ്പെടുന്നു. 3ാമത്തെ ദിവസം നടന്ന കർത്തദാസൻ മോശയിൽ കൂടിയും യോനയിൽ കൂടിയും ശമൂവേൽ ബാലനിൽ കൂടിയും വ്യക്തമായി എന്നോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ദൈവവേലയ്ക്ക് വേണ്ടി പൂർണ്ണമായി ഉള്ള ജോലി റിസൈൻ ചെയ്യുവാൻ തീരുമാനമെടുത്തു. ഈ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ലാസ്റ്റ് ഈ വന്ന കർത്തദാസൻ എൻ്റെ തോളത്ത് കൈവച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഞാനിപ്പോൾ എൻ്റെ ആക്സിഡൻറ്റ് സാക്ഷ്യം നിങ്ങളോട് എങ്ങനെ പറഞ്ഞുവോ അതൊന്നും കൂടെ ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ പക്ഷേ ദൈവാത്മാവ് കാണിച്ചിട്ട് ആ വ്യക്തി എന്നോട് കൊണ്ട് അവസാനം പറഞ്ഞതാ, എൻ്റെ വേലയ്ക്ക് വേണ്ടി ഇരിക്കുക, നിനക്ക് വരെ ഞാൻ ആരെയും കണ്ടെത്തിയിട്ടില്ല. ഇനി എൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കാൻ പഠിക്കുന്നെങ്കിൽ ഞാൻ നിന്നെ കസേരയെടുത്തി ശുശ്രൂഷ ചെയ്യുവാൻ ശക്തിയുള്ളതാണെന്ന് തിരിച്ചറിയാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വാവിട്ട് കരയുമ്പോൾ എൻ്റെ 2ാമത്തെ ജ്യേഷ്ഠൻ പുറകെ വാവിട്ട് കരയാണ്. എൻ്റെ സഭ ഒന്നടങ്കം വാവിട്ട് ദൈവത്തെ കരയുവാൻ വന്നു. കാരണം എന്താണ്, അവർ പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്, ദൈവമേ അവൻ്റെ ജീവനോടെ തിരികെ തരികയാണെങ്കിൽ അങ്ങയുടെ കരം ഇടുങ്ങിയ ആയുധമായി അവൻ ഉപയോഗിക്കപ്പെടണമെന്നുള്ള ആഗ്രഹത്തോടെയാണ് അവർ പ്രാർത്ഥിച്ചത്. പക്ഷേ ആ പ്രാർത്ഥനയുടെ ഫലം ലഭിച്ചത് 4 വർഷം കഴിഞ്ഞപ്പോഴാണ്. അന്ന് മുതൽ ഞാൻ ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചത്. വളരെ പ്രതിസന്ധികൾ, വളരെ പ്രതികൂലങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നു. കാരണം ഡോക്ടർമാർ പറഞ്ഞു, ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാതിരിക്കരുത്, നിൻ്റെ കുടൽ ചുരുങ്ങുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. എന്നാൽ ഞാൻ പറയാൻ ദൈവകൃപയാൽ പുകഴ്ചയോ അല്ലെങ്കിൽ നികളമോ അല്ല, ഞാൻ 40 ദിവസം 3 വട്ടം എനിക്ക് ഉപവസിപ്പാൻ അതിനുശേഷം കഴിഞ്ഞു. ദൈവസേനയിൽ വളരെ പ്രാർത്ഥനയോടെ വളരെ ആവശ്യബോധത്തോടെ ദൈവസേനയിൽ ദൈവീയ ശുശ്രൂഷ ഞാൻ വിവിധ സ്ഥലങ്ങളിൽ ദൈവത്തിൻ്റെ നാമത്തെ വിളിച്ച് പറയുവാൻ ദൈവത്തിൻ്റെ നാമനെ ബലപ്പെടുന്നു. എന്നാൽ ഞാൻ പറഞ്ഞ ടെസ്റ്റ് മണിയിൽ എന്തെങ്കിലും ചില വിഷയങ്ങളിൽ എൻ്റെ ജോയിൻ്റ്
ഒടിഞ്ഞിരിക്കുക. അത് ഇതുവരെയും ട്രീറ്റ്മെൻറ്റ് എല്ലാം കാണുമ്പോൾ അവർ പറയുന്നൊരു കാര്യമുണ്ട്, കാരണം നിനക്കിപ്പോൾ എന്തെങ്കിലും ആ ആക്സിഡൻറ്റിനെ കുറിച്ചുള്ള മരുന്ന് വല്ലതും കഴിക്കുന്നുണ്ടോ എന്നാൽ ഒരു ബലഹീനനുമില്ലാതെയാണ് ദൈവം എന്നെ പൂർണ്ണപ്പെടുത്തി സുഖിക്കുന്നത്. ഞാൻ പറഞ്ഞ ഡോക്ടർമാർ വിധി പറഞ്ഞ സ്ഥാനത്ത് 2 വർഷം വിധി പറഞ്ഞ സ്ഥാനത്ത്, കാരണം 2 കിലോമീറ്റർ അകലെ ഒരു രോഗം വന്നാൽ നിനക്ക് വരുമെന്ന് ഞാൻ സെമിനാറുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ബർത്താണ് അവിടെ, താഴെയും മുകളിലും ആൾ കിടക്കുന്നു. അവർക്ക് ചിക്കൻ കുനി വന്നു കഴിഞ്ഞപ്പോൾ തക്കാളിപ്പനിയൊക്കെ വന്നപ്പോൾ അടുത്ത ഊഴ ഇന്ത്യ, പക്ഷേ നടുക്ക് ഞാൻ കിടക്കുക. പക്ഷേ അവർക്ക് ബൈസ്റ്റാൻഡറായി പോകാൻ എനിക്ക് കഴിഞ്ഞു. പക്ഷേ എൻ്റെ ദൈവം എനിക്കത് വരുത്തിയില്ല. ഞാൻ പറയുന്ന ദൈവത്തിൻ്റെ ദൈവം ഒരു വ്യക്തിയെ തൊട്ട് കഴിഞ്ഞാൽ അത് പൂർണ്ണപ്പെടുത്തില്ല, പൂർണ്ണമായിട്ടുള്ള സൗഖ്യമാണ്. ഞാൻ ദിവസമില്ല പലപ്പോഴും എൻ്റെ ഈ സാക്ഷ്യം ഞാൻ മറ്റുള്ളവർ പറയുവാറുണ്ട്. കാരണം മറ്റുള്ളവർ ഈ ദൈവം കണ്ടുമുട്ടുവാൻ, കാരണം ഈ ദൈവം നിന്നെ എങ്ങനെയാണ് സൗഖ്യമാക്കിയത്, കാരണം എൻ്റെ ശരീരത്ത് ഞാൻ അനുഭവിച്ചറിഞ്ഞത് മറ്റുള്ളവർ കൂടി അനുഭവിച്ചറിഞ്ഞാൽ മാത്രമേ ദൈവീയ പ്രവൃത്തിയെ അവർക്ക് അനുഭവിച്ചറിയുവാൻ കഴിയുള്ളൂ. ഞാൻ പറയാം, അതിനുശേഷം വിവിധ സെമിനാറുകളിൽ ദൈവത്തിന് മാറ്റമില്ലാത്ത വചനം പഠിപ്പാൻ ഇടവന്ന വിവിധ സഭകളിൽ ദൈവത്തിൻ്റെ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ ഞാനായിരിക്കുന്നു. പ്രതികാൽ എനിക്ക് ഭാര്യയും 2 മക്കളുമുണ്ട്. കാരണം ദൈവം ഞങ്ങളെ അതിശയകരവും അത്ഭുതകരമായ ദൈവം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രതിസന്ധികൾ ഒത്തിരി കൊണ്ട് ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയപ്പോഴും പ്രതിസന്ധികളുണ്ട്, പക്ഷേ ഒക്കെ പ്രതികൂലങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്യുവാൻ ദൈവത്തിൻ്റെ കൃപ ദൈവം എൻ്റെ മേൽ പകർന്നിരിക്കുകയാണ്. ഞാൻ പറയട്ടെ, ഇതൊരിക്കലും ഒരു സിമ്പതിക്ക് വേണ്ടിയല്ല ഞാൻ പറഞ്ഞത്. കാരണം നിങ്ങളുടെ പ്രാർത്ഥന അതുപോലെ ഈ ദൈവത്തെ കണ്ടുമുട്ടുവാൻ, ഈ പൂർണ്ണ സൗഖ്യദായകനായ യഹോവ ഇരേ യഹോവ റാഫ എന്നുള്ള ആ വാക്യം നമ്മുടെ ജീവിതത്തിൽ അനുവർത്തമാക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വിശ്വാസമാണ്. ഡോക്ടർ ഫിലിപ്പ് അഗസ്റ്റൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിൻ്റെ കഴിവോ നിന്നെ മിടുക്കുന്നു, പക്ഷേ നിങ്ങളുടെ പ്രാർത്ഥന പറയുക. ഇന്ന് ക്രിസ്തീയരല്ലാത്തവർ അഥവാ ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്നവരും മുസ്ലിം സമുദായത്തിൽ വിശ്വസിക്കുന്ന ഒത്തിരി സുഹൃത്തുക്കൾ എനിക്കുണ്ട്. ഞങ്ങളുടെ നാട്ടുകാരൊക്കെ പറയുന്നത് ഒരു കാര്യമുണ്ട്, അവർ പറയാം, അവർ ആ കറുത്ത പുസ്തകം പിടിച്ചുകൊണ്ട് നടക്കുന്ന എന്നാ മകൻ ജീവിച്ചത്. കാരണം ലോകത്ത് മാറ്റപ്പെട്ടു പോയെന്ന വിധിയെഴുതിയ സ്ഥാനത്ത് ഞങ്ങൾ കറുത്ത പുസ്തകം പിടിച്ച് അതിൻ്റെ ഉള്ളിൽ ജീവിക്കുന്ന വചനമാണ്, അത് ജീവിക്കുന്ന ജീവനുള്ള വചനമാണ്. ആ വചനമാണ് ഇന്നും എന്നെ നിർത്തത്. ഞാൻ പറയാം, പ്രതിസന്ധി വന്നു, അതിനുശേഷം 2 ആക്സിഡൻറ്റുകൾ എൻ്റെ ജീവിതത്തിൽ വന്നു. പക്ഷേ അവിടെയൊന്നും ഞാൻ ഒരിക്കലും സംസാരിക്കുന്നില്ല. എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞ ഡോക്ടർമാർ പറഞ്ഞ സമയം, പക്ഷേ ഇത്രമാത്രം സംസാരിപ്പാൻ ദൈവം ഒരു പൂർണ്ണ വിടുതൽ എനിക്ക് നൽകിയിരിക്കുക. എന്നെ കേൾക്കുന്ന പ്രിയമേ, ഏതെങ്കിലും രോഗത്തിലൂടെ കഷ്ടതയിലൂടെ നിങ്ങൾ കടന്നു പോവുകയാണെങ്കിൽ ഈ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ, അദർശനായ ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ, കാരണം ഞാനാകുന്നവൻ ഞാനാകുന്നോ മോശം വിളിച്ചത് അതേ ദൈവം നമ്മൾ കൂടെ, കാരണം വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൈവം. ഞാൻ പറയാം, എൻ്റെ ജീവിതാനുഭവത്തിൽ പല സന്ദർഭങ്ങളുടെയും ആ ദൈവത്തെ മുഖാമുഖം കാണുവാനും അഥവാ വചനത്തിൽ കൂടി മുഖാമുഖം കാണുവാനും ആ വിശ്വാസത്തെ വർദ്ധിപ്പാനും എനിക്ക് വിടുന്നുണ്ട്. ഞാൻ പറയുക, ഈ ദൈവത്തെ കണ്ടുമുട്ടുവാൻ നിങ്ങൾക്ക് അവസരമുണ്ടെങ്കിൽ ഈ കേൾക്കപ്പെട്ട സാധ്യമാണ്. കാരണം അതിൻ്റെ ജീവിതത്തിൽ അനുഭവമാണ്, കാരണം ആ ജീവിതത്തിൻ്റെ അനുഭവമാണ് ഇന്നും എന്നെ നിർത്തുന്നത്. അങ്ങനെയാണ് എൻ്റെ 2 മക്കളും ഞങ്ങൾ ഒരുമിച്ച് ദൈവവേലയിലായിരിക്കുന്നു. ദൈവസേനയിൽ വിശ്വസ്തയോടെ ഞാൻ പറയാം, ഒരു ബലഹീനമില്ലാതെ ഞാൻ പറയാം, പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുന്നവനാണ്, പ്രാർത്ഥിച്ചാൽ ദൈവം മറുപടി നൽകുന്നവനാണ്. കാരണം എൻ്റെ പ്രാർത്ഥനയല്ല, അനേക ദൈവങ്ങളുടെ പ്രാർത്ഥനയാണ്. കാരണം ഞാൻ കൂടി വരുന്ന എൻ്റെ മാതൃസഭ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ദൈവം അങ്ങയുടെ കരണിഞ്ഞുമായുധമായി അനുഭവിക്കത്തക്കവണ്ണം ഓർമ്മശക്തിയോടെ അവനെ തിരികെ തരണം. ശ്രദ്ധിക്കുക, പ്രാർത്ഥനയ്ക്ക് വ്യക്തതയുണ്ട്. കാരണം ഓർമ്മശക്തി കിട്ടില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞ സ്ഥാനത്ത് പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുകയാണ്. അവന് ഓർമ്മശക്തിയോട് തിരികെ തരണം. ശുശ്രൂഷയിൽ അവൻ ശോഭിക്കപ്പെടണം. അനേക ദൈവമക്കളുടെ പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയും വിശ്വാസവുമില്ലാതെ ഈ ലോകത്തിൽ നമുക്ക് ജീവിപ്പാൻ കഴിയില്ലെന്ന എൻ്റെ ജീവിത അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് വിളിച്ചു പറയുവാൻ കഴിയും. സമ്പത്തുകളിൽ നിന്നുണ്ട്, ഭൗതിക നന്മകൾ ജീവിതത്തിലും, പക്ഷെ അതല്ല. എന്നാൽ ആത്മീയ ബലവും ആത്മീയ ചൈതന്യവും ആത്മീയമുള്ള വിശ്വാസവും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ മാത്രമേ ഈ ലോകത്തിൽ നമുക്ക് ജീവിപ്പാൻ കഴിയുള്ളൂ. കാരണം ദൈവസ്ഥനി കഴിഞ്ഞപ്പോൾ ഇതൊക്കെ അനേകർ പ്രാർത്ഥനയാണ് എന്നെ നിർത്തുന്നത്. ഞാൻ പറയാം, ഇത്രമാത്രം വിടുന്നതാണ്. കാരണം ഒരിക്കലും സംസാരിക്കുന്നവനാണ് ഞാനിപ്പോഴും പലപ്പോഴും എനിക്കുണ്ട്. ആ ഫോട്ടോയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ ചുണ്ടൊക്കെ ഇങ്ങനെ കീറിയിരിക്കുമായിരുന്നു. പക്ഷേ ഈ പാടുമ്പോൾ ഒരു വ്യത്യാസവുമില്ലാതെ അതിന് ഞാൻ പറയാം, സെക്കുലർ രാഷ്ട്രീയത്തിൽ കൂടി ഒക്കെ പോയിപ്പോഴും ദൈവത്തിൻ്റെ ഒക്കെ അങ്ങനെയാണ്. ഇത്രയും സമയം എൻ്റെ അനുഭവസാക്ഷ്യം കേൾപ്പാൻ എല്ലാ ദൈവവും വളരെ ശ്രദ്ധയോടും വളരെ പ്രാർത്ഥനയോടും എന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നിങ്ങളേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കിൽ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.